യൂട്യൂബിൽ നിന്ന് തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റിയ 5 മിനി സീരീസുകളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. 7 ഫസ്റ്റ് കിസ്സസ്. റിസപ്ഷനിസ്റ്റാണ് മിൻസൂജിൻ. തൻ്റെ 25ാം പിറന്നാളിലും അവൾ ദുഃഖിതയാണ്. ഇതുവരെയും തനിക്കൊരു ബോയ്ഫ്രണ്ടിനെ കണ്ടെത്താനാകാത്തതും ജീവിതാന്ത്യം വരെ താൻ ഏകയാകുമോ എന്ന ചിന്തയിലും ആകുലയാണവൾ. ആ സമയത്താണ് അവൾ ഒരു കസ്റ്റമറുടെ ബുക്ക് മറന്നതായി കാണുന്നത്. സുജിൻ ആ യുവതിയുടെ പിറകെ ഓടിയെങ്കിലും കണ്ടെത്താനാകുന്നില്ല. പാസ്പോർട്ട് പോലെ തോന്നിക്കുന്ന ആ ബുക്കിൽ ഹെവൻ എന്നെഴുതിയിരുന്നു. അതിലെ ചിത്രവും വിവരങ്ങളും കണ്ട് ആശ്ചര്യപ്പെട്ട് നിൽക്കുമ്പോഴാണ് തൻ്റെ പാസ്പോർട്ട് തേടി ആ യുവതി തിരിച്ചെത്തുന്നത്. അതെ, അവർ ഒരു മാലാഖയായിരുന്നു. സ്വർഗത്തിലെ വാതിൽ അവർക്കായി തുറക്കണമെങ്കിൽ ഈ പാസ്പോർട്ട് കൂടിയേ തീരൂ. താൻ എടുത്തു വെച്ച ബുക്ക് മാലാഖയ്ക്ക് അവൾ തിരിച്ചു നൽകുന്നു. അത്യധികം സന്തോഷത്തോടെ അവർ എന്തു വേണമെങ്കിലും വരമായി നൽകാമെന്ന് ആവശ്യപ്പെടുന്നു. സംശയിച്ചു നിന്ന അവളുടെ ആഗ്രഹം മനസ്സിലാക്കിയ മാലാഖ അവൾക്ക് ഇങ്ങനെ വരം നൽകി അപ്രതീക്ഷയായി. അടുത്ത 10 സെക്കൻഡിൽ ഏറ്റവും യോഗ്യരായ 7 സുന്ദരന്മാർ തൻ്റെ മുന്നിലെത്തും എന്നതായിരുന്നു ആ വരം. ഈ 7 സുന്ദരന്മാരിൽ നിന്ന് തൻ്റെ പങ്കാളിയെ സുജിന് കണ്ടെത്താനാകുമോ എന്നതാണ് കഥ. 10 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 8 എപ്പിസോഡുകളാണ് ഈ സീരീസ്. ലീ ജംഗി, പാർക്ക് ഹേജിൻ, ജി ജംവുക്, കായ്, താക്യൂൺ, ലീ ജംഗ്സോക്, ലീ മിനോ എന്നിവർ സുജിന് മുന്നിലെത്തുന്ന സുന്ദരന്മാരായി വേഷമിട്ടിരിക്കുന്നു. ആഫ്റ്റർമാത്ത് 2014 2 സീസണുകളിലായി പുറത്തിറങ്ങിയ മിസ്റ്ററി ത്രില്ലർ മിനി സീരീസാണ് ആഫ്റ്റർമാത്ത്. ഹൈസ്കൂൾ സ്റ്റുഡൻ്റാണ് ഡേയോങ്. ഒരു അപകടത്തിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയ അവൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വരികയാണ്. ഡോക്ടേഴ്സ് അതിനെ ഒരു മെഡിക്കൽ മിറാക്കിളായി കാണുന്നു. അപകടത്തിന് ശേഷം പല അസ്വാഭാവിക കാഴ്ചകൾക്കും അവൻ സാക്ഷിയാകുന്നു. താൻ കാണുന്ന ആളുകളിൽ ചിലരുടെ മുഖം വിളറുകയും കണ്ണുകൾ ചുവന്നതായി നിരീക്ഷിക്കുന്ന അവൻ അവർ പെട്ടെന്ന് മരണപ്പെടുന്നതായി കാണുന്നു. തൻ്റെ ഈ കഴിവ് ഉപയോഗിച്ച് ഡേയോങ് അതിനെ തടയാൻ ശ്രമിക്കുന്നതും അവയുടെ അനന്തരഫലങ്ങളുമായി കഥ മുന്നോട്ട് പോകുന്നു. ഓരോ എപ്പിസോഡുകളും 10 മിനിറ്റുള്ള 11 എപ്പിസോഡുകളായാണ് ഈ സീരീസ് ഉള്ളത്. ഒരു ദിവസം കൊണ്ട് തന്നെ കണ്ടു തീർക്കാവുന്ന നല്ല ഒരു ത്രില്ലർ സീരീസ് തന്നെയാണ് ആഫ്റ്റർമാത്ത്. അനദർ പാർട്ടിങ്. ഭൂമിയിലെ ദുർബലമായ ഒരു ശരീരം കടമായെടുത്ത് ഒരു ദൗത്യവുമായി എത്തിയ ഒരു ഏലിയൻ. അത് പൂർണ്ണമാക്കി പെട്ടെന്ന് തന്നെ അവന് ഭൂമി വിടണം. അവനെ ഏൽപ്പിച്ച ദൗത്യം ഇങ്ങനെയാണ്. ഭൂമിയിലെ മനുഷ്യൻ്റെ കണ്ണീരിൻ്റെ കാരണമെന്ത്? എന്തിനാണ് അവർ കരയുന്നത്? മനുഷ്യൻ്റെ കണ്ണീരിൻ്റെ രഹസ്യമറിഞ്ഞ് തിരിച്ചെത്തുക എന്നതാണത്. പലരും പരാജയപ്പെട്ട ദൗത്യമാണിത്. തൻ്റെ പല പരിശ്രമങ്ങളും വിഫലമായി അവനെത്തുന്നത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു യുവതിയുടെ മുന്നിലേക്കാണ്. പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് കഥ. 5 എപ്പിസോഡുകൾ മാത്രമുള്ള ഒരു കൊച്ചു സീരീസാണ് അനദർ പാർട്ടിങ്. ദ സ്വീറ്റ് ബ്ലഡ്. ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയാണ് യുൻസു. അവൾ പാതി മനുഷ്യനും പാതി വാമ്പയറുമാണ്. വാമ്പയർ ജീവിതത്തിൽ നിന്നും സാധാരണ മനുഷ്യജീവിതം നയിക്കാൻ അവൾ ആഗ്രഹിക്കുന്നു. അതേ ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ് മൂരു. അവന് യുൻസുവിനോട് ഇഷ്ടമാണ്. തൻ്റെ ഇഷ്ടം അവളോട് പറയാൻ ശ്രമിക്കുന്ന അവൻ എത്തപ്പെടുന്നത് വാമ്പയർ ഫാമിലിക്ക് മുന്നിലാണ്. അപൂർവമായ സ്വീറ്റ് ബ്ലഡ് ആണ് അവൻ്റെ സിരകളിലോടുന്നെന്ന് മനസ്സിലാക്കുന്ന യുൻസു അവനെ മറ്റ് വാമ്പയേഴ്സിൽ നിന്നും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. 10 മിനിറ്റോളം ദൈർഘ്യമുള്ള 15 എപ്പിസോഡുകളാണ് ഈ സീരീസ്. പെട്ടെന്ന് തന്നെ കണ്ടു തീർക്കാവുന്ന ഫാൻറ്റസി റൊമാൻറ്റിക് സീരീസാണ് ദി സ്വീറ്റ് ബ്ലഡ്. 17. വർഷങ്ങൾക്ക് ശേഷം ഒരു റെസ്റ്റോറൻറ്റിൽ ഒത്തുകൂടുന്ന സുഹൃത്തുക്കൾ തങ്ങളുടെ ഹൈസ്കൂൾ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നതാണ് കഥ. തമാശകളും പ്രണയവും പിണക്കങ്ങളും പരസ്പരം അറിയാത്ത രഹസ്യങ്ങളും നിറഞ്ഞ മധുര 17 കാലം ഓർക്കുകയാണവർ. കേവലം 5 മിനിറ്റ് ദൈർഘ്യമുള്ള 8 എപ്പിസോഡുകളാണ് ഈ സീരീസ്. പുഞ്ചിരിയോടെ കണ്ടു തീർക്കാവുന്ന ഒരു കൊച്ചു സീരീസാണ് 17. ഈ സീരീസുകളുടെ എല്ലാ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.